എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആസുമ മാസ്റ്റർ കാണിക്കുകയാണ്. മാസ്റ്റർ പറയും ഇപ്പൊ നടന്ന ഗ്രാമങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലില് അക്കാസ്കി മെമ്പേഴ്സിന് യാതൊരു റോളും ഇല്ല. പക്ഷെ ആ ഗ്രാമത്തില് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. ഒരൊറ്റ രാത്രി കൊണ്ട് അവിടെയുള്ള എല്ലാവരെയും കൊന്നു തള്ളിയിരിക്കുകയാണ്. ഗ്രാമം മുഴുവൻ ഇപ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഷിക്കമരും ടീമും ആവട്ടെ ആ ഒരു വില്ലേജിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു ചുമരിൽ അവർ കാണും ഹിഡൻ റൈറ്റ്സ് വില്ലേജിന്റെ സിമ്പല് വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ അസുമ പറയും അവര് ബോർഡർ വരെ ഇപ്പൊ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ബോർഡർ ലാൻഡ് ഓഫ് ഫയറിന്റെ ആണ്. ഇതില് ഡാസോയ്ക്കും പങ്കുണ്ടോന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോ ഹൊക്കാഗെ പറയും നമുക്ക് ബോർഡറില് ഇനിയും ചൊനിയൻസിനെയും അൻപു ബ്ലാക്ക് ഓപ്സിനെ അയക്കണം. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് നമുക്ക് തീരുമാനം എടുക്കാന്ന് ഇപ്പൊ ഹൊക്കാഗെ ആസുമയോട് പറയും. ആസുമ മാസ്റ്റർ പുറത്തേക്ക് പോകുമ്പോ ഇപ്പൊ യാമുട്ടോ സെൻസൈ ആവട്ടെ ഹൊക്കാഗെയുടെ അടുത്തേക്ക് വരും. ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി ഇപ്പൊ ഹൊക്കാഗെയോട് ചോദിക്കും ആസുമ സെൻസായി 12 നിഞ്ച ഗാർഡ്സില് ഒരാളായിരുന്നോ? അതിന് ഹൊക്കാഗെ പറയും അതെ, അവന്റെ 20 വയസ്സില് അവൻ ആ ഒരു ടീമിലെ മെമ്പർ ആയിരുന്നു. അവൻ തേർഡ് ഹൊക്കാഗെയുടെ മകനാണെങ്കിൽ പോലും ഹൊക്കാഗെ അവനും തമ്മില് എപ്പോഴും വഴക്കായിരുന്നു. ഹൊക്കാഗെയുടെ വാക്ക് കേൾക്കാതെയാണ് അവനെന്ന് ആ ഒരു ഓർഗനൈസേഷനിൽ ചേർന്നെന്ന് പറഞ്ഞ് അവളിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഹൊക്കാഗെ അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും 10 കൊല്ലങ്ങൾക്ക് മുൻപ് ഈ ഒരു 12 നിഞ്ച ഗ്യാങ് അത് രണ്ടായിട്ട് പിരിഞ്ഞിരുന്നു. അതിലൊരു ടീം ഫയർ വില്ലേജിലുള്ള എല്ലാവരെയും പട്ടാളക്കാരാക്കി മാറ്റാൻ ആഗ്രഹിച്ചു. മറ്റൊരു ടീം അതിനെ എതിർത്തതിനെ തുടർന്ന് അവര് രണ്ടായി പിരിഞ്ഞ് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മിലിറ്ററി ആക്കി മാറ്റാൻ ആഗ്രഹിച്ച ടീമിനെ ആസുമയുടെ ടീം അവരടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. കട്ട് ചെയ്ത അതേസമയം ഇവിടെ ആസുമ ആവട്ടെ മുൻപോട്ട് ഹായ് ആയിട്ട് നടക്കുകയാണ്. ആസുമയെ കണ്ട കുട്ടപ്പൻ ഇപ്പൊ ഹായ് ആയിട്ട് ചോദിക്കും ഹായ് ആസുമ മാസ്റ്റർ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? അതിന് മാസ്റ്റർ പറയും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. നിന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു ചോദിക്കുമ്പോ ഇവിടെ സോറ ആവട്ടെ ആസുമയുടെ വയറ്റിന് ചുറ്റുമുള്ള ഒരു പ്രത്യേക ടവലില് ഒരു പ്രത്യേക ചിഹ്നം കാണും. ആ ഒരു സിമ്പിള് അത് ആക്ച്വലി ആ ഒരു 12 നിഞ്ച ഗാർഡിന്റെ സിമ്പലാണ്. ഇവിടെ യാമുട്ടോ സെൻസായി ആളുടെ റിപ്പോർട്ട് ഇപ്പൊ ഹൊക്കാഗെയുടെ അടുത്ത് പറയും. ആ കള്ളന്മാര് അമ്പലത്തിന് ചുറ്റുമുണ്ടായിരുന്ന 4 കല്ലറയിൽ നിന്നും മൃതദേഹം മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. കിട്ടാണി, റിട്ടോ, ടോമ, ടൈസോ ഇവരുടെ ബോഡിയാണ് അവര് കടത്തിക്കൊണ്ട് പോയത്. മാത്രമല്ല അവരുടെ അറ്റാക്ക് അത് വേറെ ലെവലാണ്. അതിന് ഹൊക്കാഗെ ചോദിക്കും 12 ഗാർഡിയൻസ് നിഞ്ചാസിന്റെ ബോഡി എടുത്ത് അവർക്ക് എന്ത് ചെയ്യാനാണ്? അതിന് യാമുട്ടോ പറയും കൃത്യമായിട്ട് എനിക്കും അത് അറിയില്ല. ഞങ്ങൾ അവരുമായിട്ട് ഏറ്റുമുട്ടി അതിൽ സായിക്ക് നല്ല രീതിയിൽ പരുക്കുപറ്റി. അതുകൊണ്ട് സായിയെ അവിടെ റിലീവ് ചെയ്ത് അവിടെ നിന്നുള്ള ഒരു പയ്യനെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ കൂട്ടിയിട്ടുണ്ട്. അവൻ അടിപൊളിയാണ്, അവന് ഒരുപാട് കഴിവുകളുണ്ട്. കട്ട് ചെയ്ത ഇവിടെ പുറത്ത് സോറയും കുട്ടപ്പനാവട്ടെ എന്തൊക്കെയോ പറഞ്ഞ് പൊരിഞ്ഞ ഫൈറ്റ്. 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് അവരങ്ങനെ ഫൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാക്കുറ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിട്ട് അവനോട് പറയും ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഹൊക്കാഗെയോട് സംസാരിക്കാൻ പാടില്ല. ഹൊക്കാഗെക്ക് ദേഷ്യം വന്നാ നീ ബാക്കി കാണില്ല എന്ന് പറയുമ്പോ അതിനവൻ പറയും ഹൊക്കാഗെ ആണെങ്കിലും ആരാണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, എന്റെ മുൻപില് അവരാരുമല്ല എന്ന് പറഞ്ഞ് അവൻ ഹായ് ആയിട്ട് അവരുടെ കൂടെ ഇപ്പൊ ഹൊക്കാഗെയുടെ അടുത്തേക്ക് ചെല്ലും. സോറ അകത്ത് കയറി അതേ സെക്കൻഡിൽ തന്നെ ഇപ്പൊ ഡോറും തകർത്ത് അങ്ങനെ തെറിച്ചടിച്ച് പുറത്തേക്ക് വീഴും. അവന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ കൈ ചുരുട്ടി നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഓൾഡ് ലേഡി എന്ന് വിളിക്കും, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവളിപ്പോ അവന്റെ അടുത്തേക്ക് ചാടി അടുക്കും. അവള് കറങ്ങി വന്ന് അവന്റെ മോന്തയ്ക്ക് ഒരു ഒറ്റ ഇടി. ആ ഇടിയില് അവൻ ചുമരും തകർത്ത് ഇപ്പൊ താഴെ വീഴും. അവൻ പറയും അയ്യോ അല്ല അല്ല, ഞാൻ ഓൾഡ് ലേഡി നല്ല വിളിച്ചത്, ബോൾഡ് ലേഡി എന്നാണ്. അതിന് ഹൊക്കാഗെ ചമ്മിയിട്ട് ശരിക്കും നീ അങ്ങനെയാണോ വിളിച്ചത്? എന്നാ കുഴപ്പമില്ല, സാരല്ലട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവനെ എഴുന്നേപ്പിക്കും. അപ്പൊ അതേ സമയത്ത് ആസുമ സെൻസായി ആവട്ടെ സോറയെ നോക്കിയിട്ട് പറയും സോറ നീ ഒരുപാട് വളർന്നു പോയി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഏമുട്ടോ മാസ്റ്റർ ആവട്ടെ കുട്ടപ്പനെ സോറയുടെ കൂടെ വിടും. സോറയെ കുട്ടപ്പന്റെ കൂടെ വിട്ട് ഗ്രാമം മുഴുവൻ അവനെ ചുറ്റി കാണിക്കാൻ പറയും. കുട്ടപ്പൻ അതൊട്ടും ഇഷ്ടാവില്ല. സോറ ആവട്ടെ ഇപ്പൊ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് അവൻ പെറുപിറുക്കാൻ തുടങ്ങും. ഞാൻ എന്റെ ഗ്രാമത്തില് ഒരുപാട് ഹാപ്പി ആയിട്ടിരുന്നതാണ്, എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അവൻ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞത് ഇപ്പൊ കുട്ടപ്പൻ കേൾക്കും. അവൻ പറയും നീ ആദ്യം ഒന്ന് കൂളായിട്ട് നിൽക്ക്, നിന്റെ മനസ്സിലെ ആ ഒരു റിവഞ്ചും ദേഷ്യവും ഒക്കെ എടുത്തു മാറ്റി ഇപ്പൊ കാമായിട്ട് നിൽക്കാൻ പറയുമ്പോ അതിന് സോറ ദേഷ്യപ്പെട്ട് പറയും എന്നെ കൊണ്ട് പറ്റില്ല, ആ റിവഞ്ച് അതൊരിക്കലും മറക്കില്ല, ആ റിവഞ്ച് ചെയ്യാനാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. സോറ പറയും എനിക്കെന്റെ പപ്പയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പപ്പയെക്കുറിച്ചുള്ള അധിക ഓർമ്മകളൊന്നും എനിക്കില്ല, പക്ഷെ പപ്പ മരിച്ചതറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് വിഷമായി. ഞാൻ എൻ്റെ പപ്പയെക്കുറിച്ച് ഒരുപാട് പേരോട് ചോദിച്ചു,
അവരെല്ലാം തന്നെ എന്നെ വഴക്കു പറഞ്ഞു. എന്റെ പപ്പ ഒരു രാജ്യദ്രോഹിയാണ്, ദുഷ്ടനാണ് എന്നിങ്ങനെ ഒരുപാട് കുറ്റങ്ങള് അവർ ചുമത്തി. പക്ഷെ എനിക്കറിയാം എന്റെ പപ്പ നിരപരാധിയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്റെ പപ്പയെ കൊന്നവരോട് ഞാൻ റിവെഞ്ച് എടുത്ത് പപ്പയുടെ ഇന്നസെൻസ് അത് ഞാൻ തെളിയിക്കും. സോറ കുട്ടപ്പനോട് ഇപ്പൊ ഫുൾ കലിപ്പിട്ട് അവിടുന്ന് നടന്ന് മുൻപോട്ട് പോവും. കുട്ടപ്പൻ കുറച്ചു നേരം അവനെ മൈൻഡ് ചെയ്യാതിരിക്കും. പക്ഷെ കുറെ നേരമായിട്ടും അവനെ കാണാത്തതിനെ തുടർന്ന് കുട്ടപ്പൻ അവൻ പോയ വഴിയെ ഇപ്പൊ അവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങും. അപ്പോഴാണ് കുട്ടപ്പൻ ഇപ്പൊ സോറ അക്കമുറി പട്ടിക്കുട്ടിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കാണുക. സോറയുടെ ഭാഗ്യം, കാരണം കിബ അടുത്തില്ല. കിബ കാണുകയാണെങ്കിൽ സോറയുടെ കാര്യത്തില് ഇന്ന് തന്നെ ഒരു തീരുമാനമായേനെ. കുട്ടപ്പൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇപ്പൊ സോറയുടെ അടുത്തേക്ക് വരുമ്പോ അതേ സമയത്ത് ഇപ്പൊ കിബയും അങ്ങോട്ട് വരും. യുദ്ധഭൂമിയില് ഇതേതാ വേറൊരു ബടൻ, അതും എന്റെ പട്ടിക്കുട്ടിയായിട്ട് അവൻ ഫൈറ്റ് ഇടുന്നു. അവന് വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കിബ മുൻപോട്ട് വരുമ്പോ കുട്ടപ്പൻ തടഞ്ഞിട്ട് പറയും അവൻ പാവാണ്, ലാൻഡ് ഓഫ് ഫയറിൽ നിന്ന് ഇപ്പൊ ഇവിടേക്ക് വന്നതാണ്. അപ്പൊ സോറ ചോദിക്കും ഈ ചാവാലിപ്പട്ടി അത് നിന്റെതാണോ? ഇതെന്നെ നോക്കി ഓളിയിട്ടെന്ന് പറയുമ്പോ കിബയ്ക്ക് കലി കയറി ഇപ്പൊ അവൻ ഇട്ടിക്കാൻ വരും. അതിന് നീ ഏതാ? ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് ഞങ്ങളെ ഭരിക്കാൻ നിനക്ക് എന്ത് അവകാശം ചോദിക്കുമ്പോ അതിനവൻ പറയും എന്റെ ഗ്രാമം നിങ്ങളുടെ ഗ്രാമത്തെ കീഴടക്കാൻ പോവാണ്. അതിന് കുട്ടപ്പൻ പറയും ഇവൻ ചെറുതായിട്ട് ഒന്ന് തലയിടിച്ച് നിലത്ത് വീണു, ഇവന്റെ ഒരു സ്ക്രൂ അത് ലൂസായി പോയിരിക്കാണ്, കുറച്ചു നേരം ഉറങ്ങിക്കഴിഞ്ഞാ എല്ലാം റെഡിയാവും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ചോച്ചിയും ഷിക്കമരും അവിടേക്ക് വന്ന് ഇതേതാ പുതിയൊരു ചുന്ദരൻ ചോദിക്കുമ്പോ അതിന് സോറ അത് ചോദിക്കാൻ നീ ആരാ ഉണ്ടപ്പാന്ന് ഇപ്പൊ ചോച്ചിയെ വിളിക്കും. ചോച്ചി വണ്ടറടിച്ച് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയും. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ സോറ ആവട്ടെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ ചോച്ചിക്ക് സപ്പോർട്ടായിട്ട് അക്കമൊരു പട്ടിക്കുട്ടിയും കിബെ റെഡി ആയിട്ട് അവര് 3 പേരും ഇപ്പൊ പരസ്പരം പൊരിഞ്ഞ ഫൈറ്റ്. ഇവിടെ കുട്ടപ്പനാവട്ടെ ഷിക്കമരുവിനോട് ചോദിക്കും എങ്ങനെയെങ്കിലും ഈ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യണം. ഷിക്കമരു പറയും അവര് ഫൈറ്റ് കൂടുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ, വേണമെങ്കിൽ നീ പോയി തടയാൻ പറയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആ ഫൈറ്റിന്റെ ഇടയിലേക്ക് ചാടി വീഴും. ചോച്ചിക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല. അവൻ സോറയെ സപ്പോർട്ട് ചെയ്യാണെന്ന് പറഞ്ഞ് ചോച്ചി ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ എടുത്തിട്ട് ഇണ്ടനടിക്കും. അപ്പൊ ലോങ് ഷോട്ടിന്ന് ഇപ്പൊ ലീ ആവട്ടെ നോ ഞാൻ വരാതെ പ്രാക്ടീസ് ചെയ്യരുത്, എന്നെ കൂടെ കൂട്ട് ഫൈറ്റിലെന്ന് പറഞ്ഞ് ഇപ്പൊ ലീയും അവിടേക്ക് ചാടി വീണ് പരസ്പരം ഫൈറ്റ് തുടങ്ങും. അത് കണ്ട് ആസ്മ മാസ്റ്റർ ഇനിയും ഫൈറ്റ് മുൻപോട്ട് പോയാ ആരുടെയെങ്കിലും ഒക്കെ കാറ്റ് പോകുന്നു പറഞ്ഞ് ഇപ്പൊ അവരുടെ ഫൈറ്റ് അത് നിർത്താൻ ശ്രമിക്കും. അപ്പൊ മറ്റൊരു സൈഡില് ഇപ്പൊ ഷിക്കമരു ആവട്ടെ റോക്ലീനെയും കിബേനെയും അവന്റെ ഷാഡോ ക്ലൗൺ ഉപയോഗിച്ച് അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. അപ്പൊ ചോച്ചി ചാടി എഴുന്നേറ്റ് ഓടി വന്ന് ഇപ്പൊ ഷിക്കമരുവെ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. വേറെ വഴിയില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ആസ്മ സെൻസായി പറയും ഹലോ നിങ്ങൾ എല്ലാവരും എന്റെ സ്വത്ത് കുട്ടികളല്ലേ, നിങ്ങൾക്ക് വയറ് നിറച്ച് ഞാൻ ഫുഡ് വാങ്ങിച്ചു തരാം, നിങ്ങൾ ഫൈറ്റ് നിർത്തുമെന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാവരും ഹാപ്പി ആവും. അങ്ങനെ മാസ്റ്റർ ആവട്ടെ ഇപ്പൊ എല്ലാവർക്കും ഫുഡ് മേടിച്ചു കൊടുക്കുമ്പോ സോറ ചോദിക്കും ആസ്മ മാസ്റ്റർ നിങ്ങൾ പണ്ട് ആ ഒരു 12 നിഞ്ച ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾക്ക് എന്റെ പപ്പയെ കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോ അതിന് ആസ്മ മാസ്റ്റർ ആവട്ടെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ നൈസായിട്ട് സബ്ജക്റ്റ് മാറ്റും. നിന്റെ ഫൈറ്റ് അത് അടിപൊളിയായിരുന്നു, ചിരിക്കോ സെൻസായി നിനക്ക് നല്ല പ്രാക്ടീസ് തന്നിട്ടുണ്ടല്ലേ. അതിന് സോറ ടെൻഷനായിട്ട് എനിക്കാരും പ്രാക്ടീസ് തന്നിട്ടില്ല, എന്റെ എല്ലാ ടെക്നിക്സും അത് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചതാണെന്ന് പറയുമ്പോ ഇപ്പൊ മാസ്റ്റർ ആവട്ടെ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് അവനെ നോക്കി നിൽക്കും. അപ്പൊ കുട്ടപ്പൻ പറയും ആസുമ മാസ്റ്റർ എനിക്ക് കാണിച്ചു തന്ന ആ ഒരു ട്രിക്ക് ഇവനോട് കാണിച്ചു കൊടുക്ക്. ആസുമ ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെയും സോറയും പുറത്തേക്ക് കൊണ്ടുവന്ന് മാസ്റ്റർ വീണ്ടും കയ്യിലെ ബ്ലേഡില് ചക്ര പോയിന്റ് കൊണ്ടുവന്ന് ഇപ്പൊ പാറ തന്നെ തകർത്ത് കളയും. അത് കണ്ട് ഇപ്പൊ നമ്മുടെ ചെറുക്കൻ ഒരുപാട് അങ്ങോട്ട് ഇംപ്രസ് ആവും. വാവ് സൂപ്പർ ആയിരിക്കുന്നു. കുട്ടപ്പൻ പറയും ഇത് നീ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഒരുപാട് ഉപകാരമാവും. അപ്പൊ സോറ അവൻ വീണ്ടും ചോദിക്കും സത്യം പറയ് നിങ്ങൾക്ക് എന്റെ അച്ഛനെ അറിയില്ലേ? എനിക്കറിയാം, നിങ്ങളുടെ കൂടെ തന്നെ എന്റെ അച്ഛനും ആ 12 നിഞ്ച ഗാർഡ്സിലുണ്ടായിരുന്നു. എന്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ആള് നിരപരാധിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതിന് ആസുമ പറയും നിന്റെ പപ്പയെ എനിക്കറിയാം, നിന്റെ പപ്പയ്ക്ക് ഏറ്റവും വിശ്വാസവും സ്നേഹവും നിന്നിലായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസം അത് മുഴുവൻ നിന്നിൽ അർപ്പിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചുപോയെന്ന് പറയുമ്പോ ഇവിടെ സോറയ്ക്കാവട്ടെ ഒരുപാട് വിഷമായി അവൻ തല താഴ്ത്തി മുൻപോട്ട് നടക്കും. അപ്പൊ അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ കുട്ടപ്പൻ ഓടി വന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്താലോന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോ സോറയും ഹാപ്പി ആയിട്ട് ഇപ്പൊ നമ്മുടെ 2 ആൾക്കാരും പൊരിഞ്ഞ പ്രാക്ടീസ് കട്ട് ചെയ്താ ആ വില്ലന്മാര് അവരിപ്പോ അടുത്തൊരു വില്ലേജിനെ ലക്ഷ്യമാക്കി വന്നിരിക്കുകയാണ്. ആ ഒരു ചുന്ദരി വില്ലത്തി പറയും ഈ ഗ്രാമത്തില് വിൻഡ് നേച്ചർ പവറുള്ള ഒരുപാട് ഷിനോബികളുണ്ട്, അവരെ എല്ലാം എനിക്ക് വേണം, നമുക്ക് ഈ ഗ്രാമവും നശിപ്പിച്ച് നമ്മുടെ അധീനതയിലാക്കണമെന്ന് പറഞ്ഞ് അവര് പരസ്പരം ചിരിക്കും. അവരാർത്തിയോടെ ആ വില്ലേജിന് നേർക്ക് പാഞ്ഞെടുത്ത് അത് തകർക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു.